ഹായ്, സദ്യയിലേക്ക് ആവശ്യമുള്ള ചക്കര വരട്ടി എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് വേണ്ടത് 2 പഴമാണ്. പഴം എടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് 2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീതം കലക്കി പഴം അതിനകത്ത് കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഓരോ പഴം വീതം എടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കുക. നന്നായിട്ട് 2 പഴം അരിഞ്ഞെടുത്തതിന് ശേഷം ആ മഞ്ഞൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുക കുറച്ച് നേരം. എന്നിട്ട് നല്ല കറ പോകാനും പിന്നെ അതിനൊരു ഗോൾഡൻ കളർ വരാനും ഹെൽപ്പ് ചെയ്യും. 2-3 തവണ വെള്ളം ക്ലിയർ ആവുന്ന വരെ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ നന്നായി കഴുകിയെടുക്കണം. കറ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ വല്ലതും വെച്ച് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം കളയണം. അപ്പം വെള്ളം നന്നായി കളഞ്ഞതിന് ശേഷം ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരി വറുത്തെടുക്കാം. അരി വറുത്തതിന് ശേഷം അതിനകത്ത് 1 കഷ്ണം ചുക്ക്, 5 ഏലക്കായയുടെ കുരു, 1.5 ടീസ്പൂൺ ജീരകം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അരി വറുത്തതിന് ശേഷം അരി നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം അത് ഇട്ടാൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് എല്ലാം ഇട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്കിനി നമ്മുടെ കായ വറുത്തെടുക്കാം. നന്നായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് സൺഫ്ലവർ ഓയിലായാലും മതി. അതിലൊഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു ക്രിസ്പി സൗണ്ട് വരും, പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ പാകമായി കാണില്ല. അപ്പോൾ നന്നായിട്ട് ഒരു 10-20 മിനിറ്റ് വരെ നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നാലേ അകത്ത് ക്രിസ്പി ആവുള്ളൂ, അല്ലെങ്കിൽ അകത്ത് വേവില്ല. അതിനുശേഷം എല്ലാം വറുത്ത് കോരിയതിന് ശേഷം ഒരു പാത്രത്തിൽ, അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 1/4 കപ്പ് ശർക്കര എടുത്ത് അതിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായി തിളപ്പിക്കാം. തിളപ്പിച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇട്ട് നോക്കുമ്പോൾ കല്ലിൻ്റെ രൂപത്തിലായി മാറുകയാണെങ്കിൽ അതിനർത്ഥം ആ പരുവായെന്നാണ്. ഈ പരുവാകുന്ന സമയത്ത് അതിനകത്ത് കായ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശർക്കര എല്ലാ കായ്ക്കകത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച പൊടി ഓരോ സ്പൂണായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ നല്ലൊരു കളറ് വരുന്നവരെ നന്നായിട്ട് തീ ഓഫ് ചെയ്യരുത്, ചെറിയ തീ തന്നെ ഇട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അങ്ങനെ കളറ് മാറി ഈ കളറിൽ വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം.